ഒരു ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറിയിലേക്കാണ്. പ്രായവും ശാരീരിക അവശതകളും മറന്ന് ജീവിക്കുന്ന ഓരോ നിമിഷവും ആനന്ദകരമാക്കി മാറ്റുന്ന ഒരു 60 വയസ്സുകാരിയെ പരിചയപ്പെടാം. കോഴിക്കോട് എലത്തൂർ ചെട്ടിക്കുളം കൊരമ്പയിൽ ആത്തിക്കയാണ് 10 ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ചുറ്റുമുള്ളവർക്ക് ആത്മവിശ്വാസവും കരുത്തുമായി ജീവിക്കുന്നത്. ആ ജീവിതം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു വ്യക്തിയെയാണ് റൈഡിംഗ് റിപ്പോർട്ടറിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു വ്യക്തി. ഒരു കാര്യം ഉറപ്പു പറയാം, ഈ വാർത്ത അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിടം ഈ വ്യക്തിക്ക് നൽകും. ആരാണെന്നല്ലേ? നമുക്ക് കാണാം ആ വ്യക്തിയെ. ഇതാണ് ആത്തിക്ക. 60 വയസ്സുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ചെടികളും കൃഷിയുമെല്ലാം ആത്തിക്കയുടേതാണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് കാണാം. വയസ്സ് 60. ഈ പ്രായത്തിനിടെ ആത്തിക്കയുടെ ഈ ശരീരത്തിൽ നടത്തിയത് 10 ശസ്ത്രക്രിയകൾ. ആദ്യം ഗർഭപാത്രം മാറ്റി, പിന്നെ അർബുദം കവർന്ന മാറിടം. അങ്ങനെ പരീക്ഷണങ്ങൾ ഏറെ നേരിട്ടു. പക്ഷേ മനഃശക്തിക്ക് മുന്നിൽ രോഗങ്ങൾ തോറ്റു പിന്മാറി. കീമോ ചെയ്തപ്പോൾ മുടി പോയി. അതായിരുന്നു ആകെ ഒരു സങ്കടം. പക്ഷേ എന്തിനു കൂടുതൽ സങ്കടപ്പെടണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു പിന്നീടുള്ള ജീവിതം. ഊർജ്ജം എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തിന് എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം അത് തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും ഏത് സുഖം എന്നോട് ഇങ്ങനെ പറയും. വലിയ മക്കളൊക്കെ പറയും, നിങ്ങൾക്ക് അതിന് കയറിക്കൂടെ, നിങ്ങൾക്ക് പോകുന്നൂടെ, നിങ്ങൾക്ക് വയ്യാത്തല്ല. പറയും എൻ്റെ വയ്യായ്മ പോണത് ഇതിനാലാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു രോഗമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ചെടിയിലേക്ക് ഇറങ്ങിയിട്ട് അതിനോടും പറയും, ഇതും പറയും. ചിലപ്പോൾ എനിക്കൊന്ന് പോകുന്നൂടെ, എനിക്കൊന്ന് വെറുതെ നോടെ, വെയിൽ കൊള്ളണോ, അങ്ങനെയാണ്. ചിലപ്പോൾ പറയും ജന കറുത്തിട്ട് ഞാൻ വെയിലും കൂടി കൊണ്ട തോന്നി കറക്കും. അത് എനിക്ക് വിഷയമില്ല, നിങ്ങൾക്ക് വിഷയമില്ലല്ലോ, എനിക്കില്ല. അപ്പോൾ ഇതാണ്, ഞാൻ അതിനൊന്നും ഞാൻ നിൽക്കില്ല. എൻ്റെ പണി, എൻ്റെ കാര്യങ്ങൾ ഒക്കെ എല്ലാം, എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ആരോഗ്യം, എൻ്റെ ഒരു ഊർജ്ജം അത് തന്നെയാണ് എൻ്റെ ജോലികൾ. ഇരുപത് വർഷം മുൻപ് ഒരു മുളക് വിത്തിട്ട് തുടങ്ങിയ കൃഷി, അതാണ് ഇന്നീ കാണുന്ന കൃഷിയിലേക്ക് വഴിമാറിയത്. വീട്ടാവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. രോഗക്കിടക്കയിൽ നിന്ന് പോലും ഓടിയെത്തിയത് ഈ കൃഷിയിലേക്കാണ്. ഒരു 8 ദിവസം ഞാനിങ്ങനെ കീമോ കഴിഞ്ഞ് വന്നാൽ ഒരു 8 ദിവസം ഞാൻ പൊരയിലും കോലായിലും കട്ടിൽമേലായിട്ട് അങ്ങനെ കഴിയും. പിന്നെ എനിക്കിങ്ങനെ തല തിരി, തല മനസ്സിലാവില്ല എവിടെ ആയിരിക്കണ്, എന്താണ് വിശപ്പ് അല്ല, വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊട്ടിപ്പൊച്ചില്ല, ഇളഞ്ഞല്ലാത്തൊരു സാധനം കയ്യിലേനി. അപ്പോൾ അങ്ങനെ നിന്നൊരു 8-10 ദിവസം നിന്നാൽ പിന്നെ ഞാൻ എൻ്റെ പണിക്കിറങ്ങും. ഇനി പൂക്കളാണ്. വീട്ടുമുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടം, നിറയെ പൂക്കൾ. കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. ആ അവശതകൾ നന്നായി അലട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവർ പ്രശ്നമാക്കുന്നില്ല. ഈ പൂക്കൾ നിറഞ്ഞ ചെടിച്ചട്ടികളൊന്നും പുറത്തുനിന്ന് വാങ്ങിയതല്ല. ഇതെല്ലാം ആത്തിക്ക സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അതുമാത്രമല്ല, ഇതിനായി ആവശ്യക്കാരും എത്തുന്നു. കഴിഞ്ഞില്ല. പാചകത്തിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ചെറിയൊരു ഭക്ഷണ വിതരണ പരിപാടിയുമുണ്ട്. അച്ചാറുണ്ടാക്കി വിൽപ്പനയും. ഇതിനെല്ലാം എവിടുന്ന് സമയം എന്ന ചോദ്യത്തിന് ചെറുപുഞ്ചിരിയോടെ ഇതായിരുന്നു മറുപടി. നമ്മളൊരു ദിവസം തളർന്നാൽ നമ്മൾ തളർന്ന്, നമ്മളെ മക്കൾ തളർന്ന്, നമ്മളെ ഭർത്താവ് തളർന്ന്, തളർച്ചല്ല.
നമ്മളെ ധൈര്യമാണ് ഓലും പിടിച്ച് നിൽക്കുന്നത്. അന്ന് ഇതാണ് ക്യാൻസർ വന്നിട്ടൊരു വേറെ ഒന്നും എനിക്ക് വലിയൊരു വിഷയമില്ല. ക്യാൻസർ എന്ന് പറഞ്ഞപ്പം ഒരു ദിവസം ഞാനൊന്ന് കരഞ്ഞു. എല്ലാത്തിനും പിന്തുണ നൽകി ഭർത്താവ് അഹമ്മദ് കുട്ടിയും കൂടെയുണ്ട്. ഇടയ്ക്ക് ഭർത്താവുമൊത്തോ കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പമോ യാത്രയും നടത്താറുണ്ട് ആത്തിക്ക. ആത്തിക്കയുടെ ജീവിതം കണ്ടും അറിഞ്ഞും ഇവിടെ നിന്നിറങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഊർജമാണ്. മാതൃകയാക്കാവുന്നതാണ് ഈ ജീവിതം. രാജേഷ് വെള്ളരിക്കുണ്ടിനും ആശിഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ആത്തിക്ക ഒരു ജെമ്മാണ് ശരിക്കും പറഞ്ഞാൽ. എന്തൊരു ഇൻസ്പയറിംഗ് ആയ വാക്കുകളാണ്. ഞാൻ ഈ ചെടികളോടും പൂക്കളോടും പച്ചക്കറികളോടും ഒക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ച് ജീവിക്കുക. എൻ്റെ മരുന്ന് ഇതാണെന്ന് പറയുകയാണ്. അതായത് ഒന്നിലും തളരാത്ത ഒറ്റ ദിവസമാണ് കരഞ്ഞത് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ. അതിനുശേഷം വന്ന തിരിച്ചുവരവ് ഇറ്റ്സ് ട്രൂലി ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. ആത്തിക്കയുടെ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ. ഏതായാലും ആത്തിക്കയുടെ യാത്ര ജീവിതം ഇനിയും ഇതുപോലെ മനോഹരവും സന്തോഷവും നിറഞ്ഞതാകട്ടെ.